പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കട്ടൻ ചായയാണ് ആദ്യം ഇതിനായിട്ട് റെഡിയാക്കേണ്ടത്. പഞ്ചസാര ഇടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം വയ്ക്കാം. എത്രമാത്രം ആർക്കോ ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള അളവിൽ വെള്ളം വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി, കാരണം നല്ലൊരു കടുപ്പം വേണം ഇതിന്. അപ്പോൾ ഇത് വെച്ച് 5-6 ഉപയോഗങ്ങളുണ്ട്. അതിൽ 5 ഉപയോഗം ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ചായ തിളച്ച് നല്ല കടുപ്പം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബൗളിനകത്തോട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പം ചൂടാറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ചൂടോടെ ഒഴിച്ചതേ ഉള്ളൂ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഞാൻ ഇതേപോലെ 2 ബൗളിനകത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ഒന്നിൽ ഉള്ളത് നമുക്ക് ഇതേപോലെ ഷാമ്പു, അപ്പോൾ ചായ തണുത്തതിന് ശേഷം അതിനകത്ത് ഷാമ്പു ചേർത്തിട്ട് തല കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു തിക്കും നല്ലൊരു കളറും നല്ലൊരു ഗ്ലോയും എല്ലാം നമുക്ക് മുടിക്ക് കിട്ടും. അതേപോലെ തിക്കായിട്ട് വളരുകയും ചെയ്യും, നല്ലൊരു കളറ് കിട്ടും. അപ്പം അത് മുടിക്ക്. അതേപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയിൽ ഇതേപോലെ പരലുപ്പ്, ഇതിപ്പോൾ പൊടിയുപ്പാണ്, പരലുപ്പ് ഇതേപോലെ ഇട്ടിട്ട് തൊണ്ടയിൽ വെള്ളം പിടിക്കുകയാണെങ്കിൽ തൊണ്ടയ്ക്കുള്ള വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. കാരണം സാധാ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് തൊണ്ടയ്ക്ക് കൊള്ളുന്നതിനേക്കാളും നമ്മൾ ഇതേപോലെ കട്ടൻ ചായ തിളപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഇതിനകത്ത് പരലുപ്പിട്ടിട്ട് തൊണ്ടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം സംഭവിക്കും. അപ്പോൾ അതിനും ഇതേപോലെ നമുക്ക് ഉപ്പ് ഉപയോഗമുണ്ട് ഈ ചായക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കവും ഇതേപോലെ തന്നെ നല്ല ഒരു കളറും കിട്ടും. മുടി വളരുന്നതിനും ഇത് സഹായിക്കും. ഇപ്പം ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും.